ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ നല്ലതും അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശ്വസ്തത ഓരോ രാവിലെ തോറും അത് പുതിയതായിരിക്കാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഴയത് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നവനല്ല നമ്മുടെ ദൈവം. പുതിയ പുതിയ ദൈവിക അനുഭവങ്ങളാൽ നടത്തുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകൾ നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്താൽ വർണ്ണിക്കുവാൻ നമ്മുടെ നാവുകൾ പോരാ. ആമേൻ. സ്തുതിക്കുവാൻ, ആമേൻ, നമ്മുടെ ഈ സ്തുതിയിൽ നമുക്ക് ഒതുക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ആരാധനകളൊന്നും ഇതിൽ ഒതുങ്ങത്തില്ല. ആമേൻ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. റിപ്പിറ്റീവായി സ്തുതിച്ചുകൊണ്ടിരിക്കും, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ദൈവിക ശക്തി നാം അനുഭവിച്ചുകൊണ്ടിരിക്കും. അനുദിനവും ആ ശക്തി പുതുക്കപ്പെടുവാൻ, ആമേൻ, ഒരു പുതുക്കത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നമ്മെ നടത്തുവാനിടയായിത്തീരും. പുതുക്കം ആമേൻ. ഒരു ആത്മാവിൻ്റെ പുത്തൻ ശക്തി, ഒരു ആത്മാവിൻ്റെ പുതുക്കം അവൻ നമ്മളിലേക്ക് പകരുവാനിടയായിത്തീരും. അന്ന് വായിച്ച ഭാഗം പോലെ മഞ്ഞുപോലെ, പർവ്വതത്തിൽ പെയ്തിറങ്ങുന്ന മഞ്ഞുപോലെ താഴ്വാരങ്ങളുള്ള മലകൾ, മരങ്ങൾക്കും ചെടികൾക്കും മറ്റുള്ള സസ്യജാലങ്ങൾക്കൊക്കെയും അവൻ പുഷ്ടി ഉണ്ടാകുമാറ് ദൈവിക അവൻ മാറി പെയ്തിറങ്ങുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഒരു ആത്മീയ ഒരു മാരി നമ്മുടെ മേൽ പകരണം. ആൻറ്റി അവൻ ആരാധിച്ചപ്പോൾ പറഞ്ഞു, അവൻ ഇന്ന് പകൽക്കാലം വലിയൊരു ദൈവിക സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. വലിയൊരു ദൈവിക സാന്നിധ്യം, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. മഴ പെയ്തിറങ്ങുന്നത് പോലെ, അവൻ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, അവൻ ഒരു ഇളം കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ഹാളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം തന്നൊരു വാക്യപ്രകാരമാണ്, Do not be polluted with ungodly matters. Do not be polluted with ungodly matters. ഭക്തി വിരുദ്ധമായ കാര്യങ്ങളാൽ നമ്മെ മലിനീകരിക്കരുത്. Do not be polluted with ungodly matters. സഭയോട് ദൈവം തന്നിരിക്കുന്ന ഒരു വാക്കാണ് ഡു നോട്ട് ബി പൊല്യൂട്ടഡ്. മലിനീകരിക്കാൻ പറ്റുന്ന ഒത്തിരി സാഹചര്യങ്ങളിൽ, ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒത്തിരി റിസോഴ്സസ് ഉണ്ട്, ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നും വേറിട്ട് നിൽക്കുവാനാണ് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത്. We are being separated. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗമാണല്ലോ നമ്മളിവിടെ വായിച്ചത്. 133 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു. ഇതാ എന്നൊരു വേർഡ് വെച്ചിട്ടാണ് അവിടെ സ്റ്റാർട്ട്. ഇതാ, ബിഹോൾഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ വാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബിഹോൾഡ്. Can anyone say? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ. ദൈവവചനത്തിന്റെ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ ഇതാ എന്ന് പറയുമ്പോൾ ഹീസ് ഷോയിങ് സംതിങ്. ചിലതിനെ അവൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മയും നോക്കി ചിലതൊക്കെയും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ നോക്കി ഇതാ എൻ്റെ പ്രിയ പുരുഷൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന് പറയുവാനൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവിക അനുഭവങ്ങൾ നാം പ്രാപിക്കുമ്പോൾ അത് ആരാധനയിൽ കൂടി പ്രകടമാകേണ്ടതാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു വികാരമാണ്. ദുഃഖം, കരച്ചിൽ, ഇതൊക്കെ പ്രകടനം ആണ് നമ്മുടെ ജീവിതത്തിൽ. മക്കളോട് സ്നേഹമുണ്ടെന്ന് പറയുകയും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്ന മാതാപിതാക്കൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്നേഹം ഒന്ന് മാറണം. സ്നേഹം വാക്കുകളിൽ ഒതുങ്ങുക മാത്രമല്ല, അത് പ്രകടിപ്പിക്കുവാൻ നാം തയ്യാറാകണം. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. ആ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് പ്രകടനം. എന്താണ് ആരാധന? ആരാധന ഇറ്റ് ഇസ് ഒരു പ്രകടനമാണ്. ഇറ്റ് ഇസ് എ പെർഫോമൻസ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു അതല്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന. എന്തുകൊണ്ട് കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിക്കുന്നത്? എന്തുകൊണ്ട് അവൻ കരങ്ങൾ ഉയർത്തി നിലവിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്? അതൊരു പ്രകടനമാണ്. ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് പ്രകടിപ്പിക്കണം.
ചിലതിനെ നിയന്ത്രിക്കുകയും വേണം. ഞാൻ ഈ ഭാഗം വായിക്കുന്നതിന് മുൻപ് ഒരു ഭാഗം ചിന്തിച്ചിട്ട് ഓടിച്ച് വായിച്ചിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിക്ക് വായിച്ചു. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മുടെ കഴിഞ്ഞ VBSന്റെ തീമായിരുന്നു. ആ ഒരു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കും. അതിന് 1-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർ 2:1 ഡിസ്പ്ലേ കാണിക്കാമോ? ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവുണ്ടാകും. ഞാൻ നമ്മൾ എടുത്തിരിക്കുന്ന സങ്കീർത്തനത്തിൽ നിന്ന് മാറിപ്പോകുകയല്ല. ഞാനത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഇലുമിനേറ്റ് ചെയ്ത ഒരു ഭാഗമാണ്. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, ഒരു പക്ഷേ ആ പ്രബോധനം നമുക്ക് രസം തോന്നത്തില്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മെ മ്ലാനതയാക്കുന്ന അല്ലെങ്കിൽ നമ്മെ മൂഡ് ഓഫ് ആക്കുന്ന പ്രബോധനമായിരിക്കാം. എന്നാൽ ക്രിസ്തുവിൽ എന്തുണ്ട്? പ്രബോധനമുണ്ട്, സ്നേഹത്തിൻ്റെ ആശ്വാസമുണ്ട്. അടുത്ത കാര്യം ആത്മാവിൻ്റെ കൂട്ടായ്മയുണ്ട്. അടുത്ത കാര്യം ആർദ്രതയും മനസ്സലിവുമുണ്ട്. അടുത്ത വാക്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം. Why did God called us? ക്രിസ്തുവിലുള്ള സന്തോഷം പൂർണ്ണമാക്കുവാൻ വേണ്ടി. We are not perfect, but we are called to be perfect. നമ്മൾ പൂർണ്ണരല്ല, പക്ഷെ നമ്മളെ പൂർണ്ണരാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ സന്തോഷം നമ്മൾ പൂർണ്ണമാകണമെങ്കിൽ, അത് പൂർണ്ണമാകുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ. അടുത്ത വാക്യം 3, ശാഠ്യത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ. അപ്പോൾ ദൈവിക സന്തോഷം എന്നിലും നിന്നിലും പൂർണ്ണമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി എന്നെക്കാളും ശ്രേഷ്ഠനാണ്? Age doesn't matter. Experience doesn't matter. Our education doesn't matter. ദൈവവചന അടിസ്ഥാനത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, കുഞ്ഞുങ്ങൾ തുടങ്ങി മുതിർന്നവർ വരെയും എന്നെക്കാൾ ശ്രേഷ്ഠരാണ്. ഒന്ന് പറഞ്ഞേ, ഇവരിക്കുന്ന ഒന്ന് വാഗോണ്ട് പറഞ്ഞേ, എല്ലാവരും മറ്റുള്ളവർ എന്നെക്കാളും ശ്രേഷ്ഠരാണ്, എന്നെക്കാളും ശ്രേഷ്ഠരാണ്. ഇത് പറയുമ്പോൾ തന്നെ ആ ഒരു താഴ്മ നമ്മളിലേക്ക് ഇറങ്ങും. ഇത് പറയുമ്പോൾ തന്നെ ആ ഒരു ദൈവിക താഴ്മ നമ്മളിലേക്ക് ഇറങ്ങും. നമുക്കറിയാം, ലാസ്റ്റ് സപ്പറിൽ മാളികമുറിയിൽ യേശു കർത്താവ് മനുഷ്യനായി ദൈവം ഇറങ്ങി വന്ന നമുക്കറിയാം, ലോർഡ് സപ്പറിൽ യേശു കർത്താവ് ചെയ്ത ഒരു കാര്യം, ശിഷ്യന്മാരുടെ പാദം കഴുകി. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നമ്മെക്കാൾ ശ്രേഷ്ഠരെന്ന് പറയുവാൻ കഴിയത്തില്ലേ? അവിടെ പറയുന്നത് മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അടുത്ത 4-ാമത്തെ വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ കൂടെ നോക്കാം. അടുത്ത വാക്യം ഞാൻ അവിടെ നിൽക്കുന്നില്ല. അടുത്ത 5-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിലുള്ള, അപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 17:21 മതി. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ഷാർജ ഒരു വലിയൊരു വർഷിപ്പ് സെന്റർ ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന മെയിൻ ഒരു വാക്യമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അവരെല്ലാവരും ഒന്നായിരിക്കുന്നത് കൊണ്ട്, ഒന്നായിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഒന്നായി തീരുവാൻ വേണ്ടിയാണ്. പിതാവേ,
നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത്. ഇനി മടങ്ങി നമ്മുടെ സങ്കീർത്തന ഭാഗത്തിലേക്ക് വരാം. ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്ന പ്രകാരമാണ്, Behold how good and how pleasant it is for brothers to dwell together in unity. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സങ്കീർത്തനകാരന് ഈ ഭാഗം പറയുവാൻ തക്കവണ്ണം ഒരു റീസൺ ഉണ്ടായിരുന്നു. തനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു ഇടമുണ്ടായിരുന്നു. യഹൂദന്മാർ ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറിപ്പോയിരുന്നു. എന്നാൽ യെരൂശലേമിൽ ആലയത്തിലുണ്ടാകുന്ന ഫെസ്റ്റിവൽ സമയത്ത് ഇവരെല്ലാം മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പതിവുണ്ട്. പെന്തക്കോസ്ത് നാളിൽ, കൂടാര പെരുന്നാളിന്റെ സമയത്ത്, പെസഹയുടെ സമയത്ത്, യഹൂദന്മാരുടെ പ്രധാന ദിനങ്ങളിലൊക്കെയും ചിതറിപ്പോയിരുന്ന യഹൂദന്മാർ മടങ്ങി വന്ന് യെരൂശലേമിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതിനെ നോക്കി സങ്കീർത്തനകാരൻ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ പ്രവാസത്തിലായിരുന്നു, ഒരിക്കൽ ഞങ്ങൾ ചിതറിപ്പോയായിരുന്നു, ഒരിക്കൽ ഇരുളിന്റെ അവസ്ഥയിലായിരുന്നു. എന്നാൽ അവരിൽ നിന്നൊക്കെയും ഞങ്ങളെ മടക്കി കൊണ്ടുവന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. പലവിധമായ എക്സ്പീരിയൻസിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് സത്യ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിരിക്കുന്ന ആരുടെ നാമത്തിലാ? യേശു കർത്താവിന്റെ നാമത്തിൽ. നമ്മൾ സിറ്റുവേഷൻസ് പറയുവാൻ പലതും ഉണ്ടായിരിക്കാം. നമ്മുടെ മഹിമകളും നമ്മുടെ പാരമ്പര്യവും ഒക്കെയും പറയുവാൻ പലതും ഉണ്ടായിരിക്കാം. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ആ വാക്കിന്റെ ആ മീനിങ് എത്ര പേർക്ക് മനസ്സിലാവും? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സഭയിൽ ഈ ഒരു ഐക്യത ആവശ്യമാണ്, ഈ ഒരു യൂണിറ്റി നമുക്ക് ആവശ്യമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സങ്കീർത്തനകാരൻ രണ്ട് കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറയുക. ആമേൻ. തൈലവും മഞ്ഞും. The anointing oil and the snow which is falling on the mountains of Hermon. രണ്ട് കാര്യങ്ങൾ, അഭിഷേകത്തിന്റെ തൈലവും മഞ്ഞും. ഇതിനെ രണ്ടും ഉപമിച്ചാണ് യൂണിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നത്. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്നതായി അവന്റെ തലയിലെ. ഈ തൈലത്തിന്റെ പ്രത്യേകത, അത് തലയിൽ നിന്ന് അഹരോന്റെ താടിയിൽ കൂടി വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്നതാണ്. സഭയുടെ തല ക്രിസ്തു. ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകത്തിന്റെ ആ തൈലം സഭയാകുന്ന എല്ലാ വ്യക്തികളുടെ മേലും പകരപ്പെടുന്നു. ഇവിടെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഇത്ര ശുഭവും. അതിനെക്കുറിച്ച് കാണിക്കുന്ന ഇപ്രകാരമാണ്, ആ ദൈവിക അഭിഷേകത്തിന്റെ തൈലം എപ്രകാരം അഹരോന്റെ തലയിൽ നിന്ന് തന്റെ താടിയിൽ കൂടി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഒഴുകുന്നുവോ, a flow, ഒരു ഒഴുക്ക്, അഭിഷേകത്തിന്റെ ഒരു ഒഴുക്ക്. ഈ അഭിഷേകത്തിന്റെ തൈലം പ്രിപ്പയർ ചെയ്യുന്നത് പലവിധമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ അതിനെല്ലാം ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്യുമ്പോൾ, അതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതിലൊരു പ്രത്യേക അരോമ ഉയരുകയാണ്, ഒരു പ്രത്യേക മണം ഉയരുകയാണ്. ഐക്യതയെ കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇറ്റ് ഈസ് ലൈക്ക് എ സ്വീറ്റ് അരോമ. അതൊരു സൗരഭ്യമാണ്. അഭിഷേകം തൈലക്കൊമ്പിൽ നിന്ന് ഒഴിച്ച് തലയിൽ നിന്ന് അഹരോന്റെ പുരോഹിതന്റെ താടിയിൽ കൂടി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അത് ഒഴുകി വരുന്നത് പോലെ എത്ര പേർക്ക് അത് കാണുവാൻ കഴിയും? ഇറ്റ് ഡസന്റ് ഹാവ് എനി ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളില്ല, ഒഴുകുക. അഭിഷേകത്തിന്റെ ഒഴുക്ക്. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയം മഞ്ഞ് പോലെയുമാകുന്നു. ലെബനോനിലുള്ള സ്ഥലമാണ് ഹെർമോൻ പർവ്വതം. ബൈബിൾ ടീച്ചേഴ്സ് പ്രകാരം പറയുന്നത്, സ്കോളേഴ്സ് പ്രകാരം പറഞ്ഞത്, മറുരൂപമല. യേശു കർത്താവും ശിഷ്യന്മാരുടെ മലയിൽ കയറിയപ്പോൾ യേശുവിൻ്റെ ശരീരത്തിന് രൂപവ്യത്യാസമുണ്ടായി. സ്വർഗീയ സാന്നിധ്യം, ആ മഹത്വം അവിടെ വെളിപ്പെട്ടു. അത് സംഭവിച്ചത് എവിടെ വെച്ചാ? മറുരൂപമല. ഇവിടെ പറയുന്നത് ഹെർമോനിയ മലയിൽ.
ഈ ഹെർമോന്യ മലയുടെ കീഴിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി മരങ്ങളും സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെയുമുണ്ട്. എന്നാൽ ഈ ഹെർമോന്യ മലയിൽ പെയ്തിറങ്ങുന്ന മഞ്ഞ് അത് ഒഴുകി, മലയുടെ താഴെ കൂടെ ഒഴുകി, അത് മറ്റുള്ള ജീവജാലങ്ങൾക്ക് പുഷ്ടിയായി മാറി. തൈലം പുരോഹിതന്റെ തലയിൽ കൂടി ഒഴുകി താടിയിൽ കൂടി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് പോകുന്നു. ഹെർമോന്യ മഞ്ഞ് പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒഴുകി താഴ്വരയിൽ കൂടി മറ്റുള്ളതിന് ജീവൻ പകർന്നതുപോലെ അവസാന വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും നൽകും. എവിടെയാ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനുള്ളതെന്ന് അറിയാമോ? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കും. ഞാൻ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം സംഭവിക്കുന്നു? എന്തുകൊണ്ട് ദൈവിക ജീവനിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നില്ല? എവിടെയോ ഒത്തൊരുമ നഷ്ടപ്പെട്ടു പോയി. പറയുവാൻ കഴിയുന്നുണ്ട്, എന്നാൽ പ്രകടമാക്കുവാൻ കഴിയുന്നില്ല. സഹോദരനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആരോടും ഇടർച്ചയില്ല, പക്ഷെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ സങ്കീർത്തനം പറയുക, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവമക്കളെ, സഭയ്ക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കൂടിവരവുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥനയ്ക്ക് വളരെയധികം മറുപടി ലഭിക്കുവാനിടയായി തീരും. ആദിമ നൂറ്റാണ്ടുകളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ കൂടിയിരുന്ന ഇടങ്ങൾ കുലുങ്ങുവാനിടയായി തീർന്നു. അവർ ഭയന്ന് വിറച്ചിരുന്ന അധികാരികൾ അവരുടെ മുൻപാകെ വന്ന് വിറയ്ക്കുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തും നമ്മുടെ സഭ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ യൗവനക്കാർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ദൈവിക മഹത്വം ഈ സഭയിൽ കൂടി ദേശം കാണുവാൻ പോവുകയാണ്. ദൈവിക മഹത്വം ദേശം കാണുവാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള അവസ്ഥകൾക്കൊന്ന് വ്യത്യാസം വരാം. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത് പ്രകാരമാണ്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള നിത്യജീവനെ കുറിച്ചും ഈ വാക്യം കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി ആത്മീയ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിലുണ്ട് കൊണ്ടുവരുന്നത്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കണം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കണം. സഭയുടെ വളർച്ചയുടെ തടസ്സം പലപ്പോഴും ഇതാണ്. പലപ്പോഴും ആത്മീകമായ ഉണർവിന് തടസ്സം അനൈക്യതയാണ്. പലപ്പോഴും ദൈവിക അത്ഭുതങ്ങൾ നമ്മുടെ സഭയിൽ നടക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഭിന്നതകളാണ്. മറ്റുള്ളവരെ കുറ്റം പറയാതെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു കൃപ. ബൈബിൾ നമ്മൾ നേരത്തെ വായിച്ചൊരു കാര്യമുണ്ട്, ഉപദേശത്തെ തുച്ഛീകരിക്കരുത്. ദേവദാസന്മാർ സംസാരിക്കുമ്പോൾ, ദേവദാസന്മാർ ദൈവവചനത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മീയ എൽഡേഴ്സ് ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവരെ തുച്ഛീകരിക്കരുത്. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠത നേടണം. പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മീയ അനുഗ്രഹം എൻ്റെ മേൽ പകരണം, ആ ആത്മീയമായ ജീവൻ എൻ്റെ മേൽ പകരണം. ഒരു നിമിഷം എല്ലാവരും ദിവസം ഇത് പ്രാർത്ഥിക്കാം. എല്ലാവരും കമോൺ, കുഞ്ഞുങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. അതരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ശബ്ദമൊന്ന് ഉയർത്തിയാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് പുറത്തുനിന്ന് കാണിക്കുക, പ്രകടിപ്പിക്കുക. അല്പനേരം എല്ലാവരും അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പോരാ, ശബ്ദമുയർത്തി നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് തന്നെ കേൾക്കുവാൻ കഴിയത്തക്ക രീതിയിൽ എല്ലാവരും അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. അഹരോന്റെ ശിരസിൽ മേൽ നിന്ന് ഒഴുകുന്ന ആ തൈലം താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്നത് പോലെ, ഹെർമോന്യം മഞ്ഞ് താഴ്വരയിലേക്ക് ഒഴുകുന്നത് പോലെ, ഇന്ന് പകൽക്കാലം ആ അഭിഷേകത്തിന്റെ വലിയൊരു ചലനം നമ്മുടെ സഭയിൽ വെളിപ്പെടട്ടെ. നമ്മുടെ എല്ലാ വ്യക്തികളുടെ മേലും ദയവായി ആരും മൗനമായിരിക്കരുത്. എല്ലാവരും അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് ദൈവിക അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വേണം, ഈ ദൈവിക ജീവൻ എൻ്റെ ജീവിതത്തിൽ വേണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച്
ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കമോൺ, എല്ലാവരും പ്രാർത്ഥിച്ച് വലിയൊരു ദൈവാത്മാവിന്റെ അമൻ ഒരു പുഷ് ഞാൻ അനുഭവിക്കുക. അമൻ ഇന്ന് പകൽക്കാലം വലിയൊരു ദൈവിക സാന്നിധ്യം, ഒരു അത്ഭുതത്തിന്റെ ഹല്ലേലൂയ, ഒരു ഷോറിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു മിറക്കിളിന്റെ ഷോറിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇതാ എന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള ദൈവിക പ്രവർത്തികൾ ഇവിടെയുള്ള ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുവാൻ, ഓരോ കുടുംബത്തിന് മേൽ വെളിപ്പെടുവാൻ, ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ, കുടുംബങ്ങളെ തമ്മിൽ ഛിദ്രിപ്പിക്കുന്ന, ബന്ധങ്ങളെ അകറ്റിക്കളയുന്ന സകലവിധമായ അന്ധകാര വ്യാപാര ഇൻഫ്ലുവൻസസും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭയായി ശാസിക്കുകയാണ്. ഈ എറണാകുളം പട്ടണത്തിൽ ഡിസ്യൂണിറ്റിയുടെ ആത്മാവ്, ഭിന്നതയുടെ ആത്മാവ് വല്ലാതെ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളുടെ ഇടയിൽ അതിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് വന്നെത്തിയിട്ടുണ്ട്. ഈ ദേശത്തിൽ അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഒരു ആത്മീക ഉണർവിന് തടസ്സമായി നിൽക്കുന്ന സകലവിധമായ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും എല്ലാ ഗോസിപ്പുകളും യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ച് അതിർ കൽപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ അതിനെ ശാസിച്ച് അതിർ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കോട്ടകൾ പണിയപ്പെടട്ടെ, ഞങ്ങളുടെ മതിലുകൾ പണിയപ്പെടട്ടെ. നാളെ മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ വലിയൊരു ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി ഇറങ്ങുവാൻ ഞങ്ങളുടെ വായ് കൊണ്ട് കെട്ടിയത്, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് കെട്ടിയത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അഴിക്കുകയാണ്. അന്യായ ബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുകയാണ്. അന്യായ ബന്ധനം ഞങ്ങൾ അഴിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സകല ദുഷ്ടന്റെ പ്ലാനുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. We demolish all the works of darkness. യേശുവിന്റെ നാമത്തിൽ അവന്റെ സകല പദ്ധതികളെ ഞങ്ങൾ ശാസിക്കും. അവന്റെ സകല പദ്ധതികൾ ഞങ്ങൾ ഇടിച്ചു കളയുകയാണ്. ഇടിച്ചു കളയുന്നു. കർത്താവേ, വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനെയും കൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ സഭയാകുന്ന കുടുംബം ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് താഴ്ത്തുന്നു. കർത്താവ്, ഞങ്ങളെ ഒന്ന് അഭിഷേകം ചെയ്യണം. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബത്തിന്മേലും ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുമാറണം. സങ്കീർത്തനത്തിന് മുൻപാകെ ഞങ്ങളെ മുറ്റമായി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കൃപയ്ക്കാൻ നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ശക്തിയോടെ, സന്തോഷത്തോടെ, ബലത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.